ലോകത്തിലെ എല്ലാ കൊമേഴ്ഷ്യൽ വിമാനങ്ങളും എന്തുകൊണ്ടാണ് അന്റാർട്ടിക്കയ്ക്ക് മുകളിലൂടെ യാത്ര ഒഴിവാക്കുന്നത്? ഏവിയേഷൻ മിലിറ്ററി നിയമങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? എറ്റോപ്സ് നിയമങ്ങൾ പ്രകാരം ഒരു വിമാനത്തിന് അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ 150 മിനിറ്റിനുള്ളിൽ ഒരു എയർപോർട്ട് ഉണ്ടായിരിക്കണം. 10,000-കണക്കിന് കിലോമീറ്റർ നീളത്തിൽ ഒരൊറ്റ റൺവേ പോലും ഇല്ലാത്ത അന്റാർട്ടിക്കയിൽ ഒരു എഞ്ചിൻ തകരാറുണ്ടായാൽ മരണം സുനിശ്ചിതമാണ്. അതോടൊപ്പം ദക്ഷിണ ധ്രുവത്തിലെ കടുത്ത കാന്തിക വ്യതിയാനങ്ങൾ വിമാനത്തിലെ നാവിഗേഷൻ കോമ്പസുകളെ പൂർണ്ണമായും നിശ്ചലമാക്കും. എന്നാൽ ഈ ശാസ്ത്രീയ കാരണങ്ങൾക്കപ്പുറം ഗവൺമെന്റുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിലതുണ്ട്. 14 മില്യൺ ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന ഈ ഭൂമിയിലെ കിലോമീറ്ററുകൾ കട്ടിയുള്ള മഞ്ഞിനടിയിലേക്ക് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുകയാണ്. നമ്മുടെ ആധുനിക ശാസ്ത്രം പറയുന്നത് അന്റാർട്ടിക്ക കഴിഞ്ഞ 15 മില്യൺ വർഷങ്ങളായി പൂർണ്ണമായും മഞ്ഞ് മൂടി കിടക്കുകയാണെന്നാണ്. എന്നാൽ ചരിത്രത്തിൽ ഇതിനെ വെല്ലുവിളിക്കുന്ന ചില തെളിവുകളുണ്ട്. 1513 ഓട്ടോമാൻ അഡ്മിറൽ ആയ പീരി റൈസ് വരച്ച ഭൂപടമായിരുന്നു അത്. മനുഷ്യൻ ഔദ്യോഗികമായി അന്റാർട്ടിക്ക കണ്ടെത്തുന്നതിന് 300 വർഷങ്ങൾക്ക് മുൻപ് വരയ്ക്കപ്പെട്ട ആ മാപ്പിൽ അന്റാർട്ടിക്കയുടെ ക്യൂൻ മൗണ്ട് ലാൻഡ് എന്ന പ്രദേശം മഞ്ഞില്ലാതെ നദികളും പർവ്വതങ്ങളുമായി കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. പ്രൊഫസർ ചാൾസ് ഹാപ്ഹുഡ് തന്റെ ക്രിസ്റ്റൽ ഡിസ്പ്ലേസ്മെന്റ് തിയറിയിലൂടെ വ്യക്തമാക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അന്റാർട്ടിക്ക ഇന്ന് കാണുന്ന സ്ഥാനത്തായിരുന്നില്ല എന്നാണ്. അത് ഭൂമിയുടെ മധ്യരേഖയ്ക്കടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പച്ചപ്പും വലിയൊരു സംസ്കാരവും നിലനിന്നിരുന്നു. പ്രശസ്ത തത്വചിന്തകൻ പ്ലേറ്റോ വിവരിച്ച കടലിൽ മുങ്ങിപ്പോയ അത്യാധുനിക നഗരമായ അറ്റ്ലാന്റിസ് യഥാർത്ഥത്തിൽ അന്നത്തെ അന്റാർട്ടിക്ക ആയിരുന്നോ? മഞ്ഞുപാളികൾക്ക് താഴെയുള്ള അവശിഷ്ടങ്ങൾ അതാണോ സൂചിപ്പിക്കുന്നത്? 1938 അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി ജർമ്മനി അന്റാർട്ടിക്കയിലേക്ക് ക്യാപ്റ്റൻ ആൽഫ്രഡിന്റെ നേതൃത്വത്തിൽ ഒരു രഹസ്യ പരിവേഷണം നടത്തി. അവർ ആ പ്രദേശത്തിന് ന്യൂ സ്വാബിയ എന്ന് പേരിട്ടു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റതിനു ശേഷവും അവരുടെ ചില അന്തർവാഹിനികൾ അന്റാർട്ടിക്കയിലെ രഹസ്യ താവളങ്ങളിലേക്ക് കടന്നു കളഞ്ഞു എന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വിശ്വസിച്ചു. ഇതിന്റെ ഫലമായി 1946 ഓഗസ്റ്റിൽ US നേവി പുറപ്പെടുവിച്ച അതീവ രഹസ്യ ദൗത്യമാണ് ഓപ്പറേഷൻ ഹൈജംപ്. റിയർ അഡ്മിറൽ റിച്ചാർഡ് ഇ ബേർഡിന്റെ നേതൃത്വത്തിൽ 13 യുദ്ധക്കപ്പലുകൾ, ഒരു എയർക്രാഫ്റ്റ് കാരിയർ, 4700 സായുധ സൈനികർ എന്നിവർ അന്റാർട്ടിക്കയിലെത്തി. 8 മാസം നീണ്ടു നിൽക്കേണ്ട ഈ ദൗത്യം വെറും 8 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്ക പെട്ടെന്ന് അവസാനിപ്പിച്ചു. തിരിച്ചെത്തിയ റിച്ചാർഡ് ചിലിയൻ പത്രമായ എൽ മെർക്കുറിയോ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു, ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റൊരു ധ്രുവത്തിലേക്ക് അവിശ്വസനീയമായ വേഗതയിൽ പറക്കാൻ കഴിയുന്ന പുതിയൊരു ഭീഷണി തദ്ദേശീയമായി അവിടെയുണ്ട്. ദൗത്യത്തിനിടയിൽ ജോർജ് 1 ഉൾപ്പെടെയുള്ള US വിമാനങ്ങൾ തകർന്നു വീണു. പല സൈനികരും കൊല്ലപ്പെട്ടു. എന്തായിരുന്നു ആ മഞ്ഞുഭൂമിയിൽ അവർ നേരിട്ട അജ്ഞാത ശക്തി? ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന 1959 ഡിസംബർ 1 ലോകത്തിലെ ഏറ്റവും ശക്തരായ 12 രാജ്യങ്ങൾ വാഷിംഗ്ടണിൽ ഒത്തുചേർന്ന് ഒരു ചരിത്ര കരാറിൽ ഒപ്പുവെച്ചു. അതാണ് ദ അന്റാർട്ടിക് ട്രീറ്റി. ഇന്ന് 2026 56 രാജ്യങ്ങൾ ഇതിൽ പങ്കാളികളാണ്. ഈ കരാറിലെ അനക്സ് B നിയമപ്രകാരം അന്റാർട്ടിക്കയിലെ ചില പ്രത്യേക മേഖലകളിലേക്ക് ലോകത്തിലെ ഒരു സാധാരണക്കാരനും പ്രവേശനമില്ല. നിങ്ങൾക്ക് എത്ര കോടി രൂപയുണ്ടായാലും സ്വന്തമായ ഒരു ബോട്ടിലോ ഹെലികോപ്റ്ററിലോ അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അന്താരാഷ്ട്ര അനുമതിയുള്ള ടൂറിസ്റ്റ് പാതകളിൽ മാത്രമേ യാത്ര അനുവദിക്കൂ. അമുൻഡ്സെൻ, സ്കോട്ട്, വോസ്റ്റോക്ക് തുടങ്ങിയ സയന്റിഫിക് സ്റ്റേഷനുകൾക്ക് ചുറ്റുമുള്ള പല പ്രദേശങ്ങളും ഉപഗ്രഹ ചിത്രങ്ങളിൽ പോലും ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. അവിടെയുള്ള വൻതോതിലുള്ള വിലമതിക്കാനാവാത്ത സ്വർണധാതു നിക്ഷേപങ്ങൾ ആരും മോഷ്ടിക്കാതിരിക്കാനാണോ ഈ സുരക്ഷ? അതോ മനുഷ്യൻ കാണാൻ പാടില്ലാത്ത ഭൂമിയുടെ അവസാന രഹസ്യ കവാടം കാത്തു സൂക്ഷിക്കാനോ? അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ ഉപരിതലത്തിലല്ല, മറിച്ച് 4 കിലോമീറ്റർ ആഴത്തിലുള്ള അടിത്തട്ടിലാണ്. അവിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് 400-ലധികം ഭീമാകാരമായ ശുദ്ധജല തടാകങ്ങളാണ്. അതിൽ ഏറ്റവും വലുതാണ് ലേക്ക് വോസ്റ്റോക്ക്. കഴിഞ്ഞ 15 ദശലക്ഷം വർഷങ്ങളായി ബാഹ്യലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, സൂര്യപ്രകാശമോ വായുവോ ഏൽക്കാതെ കിടക്കുന്ന തടാകം. ഭൂമിയുടെ ഉൾക്കാമ്പിൽ നിന്നുള്ള ജിയോ തെർമൽ ചൂടും മുകളിൽ കിടക്കുന്ന ദശലക്ഷക്കണക്കിന് ടൺ മഞ്ഞിന്റെ കടുത്ത മർദ്ദവും കാരണമാണ് -80 തണുപ്പിലും ഈ തടാകത്തിലെ വെള്ളം തണുത്തുറയാതെ ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നത്. റഷ്യൻ സയന്റിസ്റ്റുകൾ 3769 മീറ്റർ ആഴത്തിൽ ഡ്രിൽ ചെയ്ത് ഈ തടാകത്തിലെ വെള്ളത്തിന്റെ സാമ്പിൾ എടുത്തപ്പോൾ കണ്ടെത്തിയത് ഭൂമിയിലുള്ള മറ്റൊരു ജീവിയുമായും മാച്ച് ചെയ്യാത്ത അതീവ വിചിത്രമായ ബാക്ടീരിയകളുടെ DNA ആണ്. നാസ ഇന്ന് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലെ അന്യഗ്രഹ ജീവനെ കുറിച്ച് പഠിക്കാൻ ഈ തടാകമാണ് മാതൃകയാക്കുന്നത്. 1958 സോവിയറ്റ് ശാസ്ത്രജ്ഞർ അന്റാർട്ടിക്കയുടെ മധ്യഭാഗത്ത് റഡാർ പരിശോധന നടത്തിയപ്പോൾ ഞെട്ടിപ്പോയി.
മഞ്ഞിനടിയിൽ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളുടെ അത്രയും തന്നെ വലിപ്പമുള്ള ഒരു കൂറ്റൻ പർവ്വതനിര ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതിന്റെ പേരാണ് ഗാംബൂർസേവ് പർവ്വതനിരകൾ. 1200 കിലോമീറ്റർ നീളവും 3000 മീറ്റർ വരെ ഉയരമുള്ള കൊടുമുടികളാണ് പൂർണ്ണമായും മഞ്ഞിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത്. ഈ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന സബ്ഗ്ലേഷ്യൽ നദികളാണ് ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത്. ഭൂമിയിലെ മറ്റെല്ലായിടത്തും വെള്ളം ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒഴുകുമ്പോൾ ഇവിടെ വെള്ളം മലകളുടെ മുകളിലേക്ക് റിവേഴ്സായി ഒഴുകുന്നു. കിലോമീറ്ററുകളോളം കട്ടിയുള്ള മഞ്ഞിന്റെ ഭാരം കാരണം ഉണ്ടാകുന്ന കടുത്ത ഹൈഡ്രോളിക് മർദ്ദമാണ് ഗ്രാവിറ്റിയെ പോലും വെല്ലുവിളിച്ച് വെള്ളത്തെ മുകളിലേക്ക് തള്ളിവിടുന്നത്. അതോടൊപ്പം വെസ്റ്റ് അന്റാർട്ടിക് റിഫ്റ്റ് സിസ്റ്റം എന്നറിയപ്പെടുന്ന മേഖലയിൽ മഞ്ഞിനടിയിൽ 138-ലധികം സജീവമായ അഗ്നിപർവ്വതങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ൽ നാസയുടെ ഗ്രേസ് ഉപഗ്രഹങ്ങൾ അന്റാർട്ടിക്കയുടെ വിൽക്സ് ലാൻഡ് എന്ന പ്രദേശത്തിന് താഴെ വിചിത്രമായ ഒരു ഭീമാകാരമായ മാസ് കോൺസെൻട്രേഷൻ കണ്ടെത്തി. മഞ്ഞിനടിയിൽ ഏകദേശം 480 കിലോമീറ്റർ വീതിയുള്ള ഒരു ഭീമാകാരമായ ഗർത്തവും അതിനുള്ളിൽ കനത്ത ലോഹാവശിഷ്ടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. പല ഗവേഷകരും കരുതുന്നത് 250 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ 96% ജീവജാലങ്ങളെയും തുടച്ചു നീക്കിയ ദ ഗ്രേറ്റ് ഡൈയിങ് എന്ന വംശനാശത്തിന് കാരണമായ കൂറ്റൻ ഉൽക്ക പതിച്ചത് ഇവിടെയായിരുന്നു എന്നാണ്. അതിലുപരിയായി 1984 അന്റാർട്ടിക്കയിലെ അലൻ ഹിൽസിൽ നിന്ന് ലഭിച്ച ALH 84001 എന്ന ഉൽക്ക പരിശോധിച്ചപ്പോൾ ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വാഗ്രഹത്തിൽ നിന്ന് തെറിച്ചു വീണ ആ കല്ലിന്റെ ഉള്ളിൽ വിചിത്രമായ ഫോസിലൈസ്ഡ് ബാക്ടീരിയകളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിൽ ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെളിവുകൾ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നത് അന്റാർട്ടിക്കയിലെ നീല മഞ്ഞുപാടങ്ങളിലാണ്. ഇന്ന് ദക്ഷിണ ധ്രുവത്തിൽ മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും അത്ഭുതകരമായ ഒന്നാണ് ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി. ഒരു ക്യൂബിക് കിലോമീറ്റർ കട്ടിയുള്ള ഐസിനുള്ളിൽ 5160 ഡിജിറ്റൽ ഒപ്റ്റിക്കൽ മൊഡ്യൂളുകൾ സ്ഥാപിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ അറ്റത്തു നിന്ന് വരുന്ന പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ന്യൂട്രിനോകൾ ഐസിലൂടെ കടന്നു പോകുമ്പോൾ ചെറൻകോവ് റേഡിയേഷൻ എന്ന നീല വെളിച്ചം പിടിച്ചെടുക്കാനാണ് ഈ ലാബ്. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടിയുള്ള യാത്ര ഇന്ന് അന്റാർട്ടിക്കയിലെ മഞ്ഞിന്റെ ആഴങ്ങളിലാണ് അവസാനിക്കുന്നത്. എന്നാൽ ഈ അത്ഭുത ലോകം ഇന്ന് വലിയൊരു ഭീഷണിയിലാണ്. ഇവിടുത്തെ ടെറ്റ്സ് ഗ്ലേസിയർ അഥവാ ഡൂംസ്ഡേ ഗ്ലേസിയർ അതിന്റെ അടിത്തട്ടിലെ ചൂടുള്ള നദികളും അഗ്നിപർവ്വതങ്ങളും കാരണം അതിവേഗം ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ 70% ശുദ്ധജലവും സൂക്ഷിച്ചിരിക്കുന്നത് അന്റാർട്ടിക്കയിലാണ്. അത് പൂർണ്ണമായി ഉരുകിയാൽ ലോകത്തിലെ കടൽനിരപ്പ് 50 മീറ്ററിലധികം ഉയരും. നമ്മൾ ഇന്ന് കാണുന്ന പല മെട്രോ നഗരങ്ങളും ഭൂപടത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും. പ്രകൃതി അതിന്റെ രഹസ്യങ്ങൾ പൂട്ടി മുദ്ര വെച്ച ഈ വെളുത്ത മരുഭൂമിയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ